പയ്യന്നൂർ എക്സ്പോയും കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് കണ്ടോത്തറയിലേക്കാണ്. കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. ഇവിടെ ഉത്സവമാണ് കേട്ടോ. ഇന്ന് 3 സ്ഥലത്തിലെ കാഴ്ച ഒന്നിച്ച് വരുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഞാനിവിടെ തെയ്യം കാണാനും അതുപോലെ തന്നെ കാഴ്ച കാണാനൊക്കെ വരുന്നത്. അതിന് മുമ്പ് ഞാൻ വന്നിട്ടൊന്നുമില്ലേ. പക്ഷേങ്കിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയധികം ആളുകളെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒരു ഉത്സവത്തിന് പോയ സമയത്ത്. അതായത് റോഡ് നിറയെ ആൾക്കാരാണ് ഉണ്ടാകുന്നത്. വണ്ടിയൊന്നും ഇതുവഴി പോകാൻ തന്നെ സമ്മതിക്കാറില്ല. ഈ കാണുന്ന ആളുകളൊന്നല്ല കേട്ടോ, ശരിക്കും ഇതിൻ്റെ എത്രയോ മടങ്ങ് ആൾക്കാർ കാഴ്ച എത്തുന്ന സമയത്ത് ഇവിടെ എത്തുവേ. പിന്നെ നമുക്ക് എങ്ങനെയും അവർ ഇടയിലെ കൂടിയോ നമുക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ല, അത്രയധികം ആൾക്കാരായിരിക്കുവേ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതുവേ. തെയ്യം കെട്ടുന്നതേ ഉണ്ടായിരുന്നല്ലോ, ഒന്നും പുറപ്പാടായിട്ടില്ലേ. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മുടെ ലച്ചൂസിനൊരു കുഴപ്പമുണ്ട്, തെയ്യത്തിന് അതുപോലെ തന്നെ ചെണ്ടേൻ്റെ സൗണ്ട്, ആൾക്കാരുടെ സൗണ്ട്, എന്തിൻ്റെ വലിയ സൗണ്ടുകളായാലും അവൾക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് കരയും. പിന്നെ നമ്മൾ എങ്ങനെ നിൽക്കാൻ വിടുന്നുണ്ടായില്ലേ. പിന്നെ കൂട്ടാണ്ട് പോയാലും നമുക്കൊരു വിഷമമാണ്. കാഴ്ചയെല്ലാം കാണുമ്പം കുഞ്ഞുങ്ങൾക്കല്ലേ കൂടുതലത് കാണേണ്ടത്. കാരണം കൂട്ടാണ്ട് പോയാലും ശരിയാവില്ല. അങ്ങനെ അവളെയും കൂട്ടിയിട്ടാണ് പോയത്. കൂട്ടിയിട്ട് പോയതാണ് ഇപ്പോൾ പണി കിട്ടിയത്. കുറച്ച് കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല, വേറൊന്നും ഇവൾ കാണാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് കണ്ടിട്ട് നമ്മൾ പിന്നെ വണ്ടിയിൽ കയറി വരുവാണ് കേട്ടോ ചെയ്തത്. ആ വണ്ടിയിൽ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് പിന്നീട് നിങ്ങൾ കാണുന്നത് കേട്ടോ. നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും ഒന്നും അങ്ങോട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ലേ. പിന്നെ ആ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ടു പോയതാണ് കേട്ടോ.